ചേച്ചി, നമ്മളെ കിച്ചൺ റിനോവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? കിച്ചൺ റെനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി എന്തൊക്കെയാണ് ആദ്യം ചെയ്യുക? നമ്മുടെ കബോർഡൊക്കെ ഒന്ന് മാറ്റി നന്നാക്കാൻ നോക്കും. നമ്മുടെ സിങ്ക് ഒന്ന് പുതിയതാക്കാൻ നോക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ ടാപ്പും ഒന്ന് മാറ്റി നിൽക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്, പൈപ്പ്. പൈപ്പിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും രണ്ട് ടൈപ്പ് ടാപ്പാണ് ഉപയോഗിക്കാറ്. ഒന്ന് ഡ്രിങ്കിങ് വാട്ടർ വരാനുള്ളതും ഒന്ന് ക്ലീനിങ്ങിനായിട്ടുള്ളതും. ഡ്രിങ്കിങ് വാട്ടർ ടാപ്പിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ക്ലീനിങ്ങിനും കൊടുക്കണം. കാരണം ലെഡ് അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ ക്ലീനിങ് പർപ്പസിന്, അതായത് കിച്ചണിലെ പച്ചക്കറി കഴുകാനോ അരി കഴുകാനോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഭാവിയിൽ പിൽക്കാലത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അതുവഴി. അതുകൊണ്ട് പൈപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും കിച്ചൺ ഉപയോഗങ്ങൾക്ക് പൈപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ISI സർട്ടിഫൈഡ് ടൈപ്പ് എ ലെഡ് ഫ്രീ പൈപ്പുകൾ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ലെഡ് ഫ്രീ ആയിട്ടുള്ള ഏറ്റവും നല്ല പൈപ്പ് ഏതാണെന്നായിരിക്കും നിങ്ങളുടെ സംശയം. അത് വേറെ ഒന്നുമല്ല, ശക്തിമാൻ സൂപ്പർ PVC പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ആണ്. 100% ലെഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇനി നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കിച്ചൺ റെനോവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കാം. പുതിയതായിട്ട് വീട് പണിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കാം. അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും.